പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരി, നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങൾ പഠിക്കുന്നുണ്ടോ? പഠിച്ചാൽ മാത്രം പോരാട്ടോ, കൂടി പ്രാർത്ഥിക്കുകയും വേണം. ഞങ്ങൾ പറയുന്ന ബൈബിൾ വചനങ്ങളെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കുന്നില്ലേ കൂട്ടുകാരെ? എങ്കിൽ ഡെമിലിയ, നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഓക്കേ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ നിങ്ങളുടെ സ്വന്തം പുള്ളിമാൻ. ഇന്ന് കഥ കേൾക്കാൻ തയ്യാറല്ലേ എല്ലാവരും? അതിനു മുൻപേ നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടാലോ? മയിലിന്റെ പേരെന്താ? എമിൻ റോസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? പുളിങ്കര. മീനിന്റെ പേരെന്താ? ജെയിം. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? കുച്ചിക്കാട്. താറാവിന്റെയോ? ജവാൻ ജെയിംസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? താഴൂർ. ജിറാഫിന്റെ പേരെന്താ? ജുവർ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? കുറ്റിക്കാട്. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആത്മവിശ്വാസമില്ലാത്തത് മൂലം ഒരു മന്ത്രിക്ക് പറ്റിയ കയ്യബദ്ധങ്ങളാണ്. അതുമൂലം രാജാവിനും രാജകൊട്ടാരത്തിനും സംഭവിച്ച ഭവിഷ്യത്തുകളെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. ഒരിടത്ത് ഒരു വേട്ടക്കാരനുണ്ടായിരുന്നു. ആ വേട്ടക്കാരൻ ഒരു സ്ഥലത്തും തങ്ങുന്ന പതിവുണ്ടായിരുന്നില്ല. അയാൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ആ പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടുക മാത്രമല്ല ചെയ്തിരുന്നത്, അവരെ ജീവനോടെ പിടികൂടി വിൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ വേട്ടക്കാരൻ ഒരു ദിവസം നദീതീരത്തുകൂടെ കടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഒരു പക്ഷി തന്റെ മുൻപിലൂടെ കടന്നു പോകുന്നത് വേട്ടക്കാരൻ ശ്രദ്ധിച്ചു. ഉടനെ തന്നെ തന്റെ സഞ്ചിയിൽ നിന്നും അമ്പും വില്ലും എടുത്ത് ആ പക്ഷിയെ വേട്ടയാടുന്നതിനായി തയ്യാറായി. അപ്പോൾ ആ പക്ഷി ഒരു മരത്തിൽ ചെന്നിരുന്നു. അപ്പോൾ ഒരു മഞ്ഞ കളറിൽ എന്തോ ഒന്ന് താഴേക്ക് ചാടുന്നത് വേട്ടക്കാരൻ ശ്രദ്ധിച്ചു. അത് ആ പക്ഷി കാഷ്ടിച്ചതായിരുന്നു. ആ കാഷ്ടത്തിന് മഞ്ഞ കളറായിരുന്നു, കൂടാതെ അത് തിളങ്ങുന്നുമുണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിയുന്നതിനായി വേട്ടക്കാരൻ ആ പക്ഷിയുടെ അരികിലേക്ക് എത്തി. അപ്പോൾ അതിനൊന്ന് തൊട്ടു നോക്കിയപ്പോൾ അത് സ്വർണമാണെന്ന് മനസ്സിലായി. അപ്പോൾ വേട്ടക്കാരൻ ഓർത്തു, സ്വർണം കാഷ്ടിക്കുന്ന പക്ഷിയോ? എങ്കിൽ ഇത് രാജാവിന് സമ്മാനമായി നൽകാമെന്ന് വേട്ടക്കാരൻ തീരുമാനിച്ചു. അങ്ങനെ ആ പക്ഷിയെ വേട്ടക്കാരൻ ജീവനോടെ പിടികൂടി ഒരു കൂട്ടിലാക്കി. വേട്ടക്കാരൻ ആ പക്ഷിയും എടുത്ത് രാജകൊട്ടാരത്തിലേക്ക് പോയി. രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് ആ വേട്ടക്കാരൻ പറഞ്ഞു, ഗുരു, ഞാൻ പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടുന്ന ഒരു വേട്ടക്കാരനാണ്. ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താണ് ആ സമ്മാനം? അപ്പോൾ വേട്ടക്കാരൻ പറഞ്ഞു, ഒരു പക്ഷിയാണ്. ഈ പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പക്ഷിക്ക് സ്വർണം കാഷ്ടിക്കാനായി സാധിക്കും. അപ്പോൾ രാജാവ് സന്തോഷത്തോടെ തനിക്ക് നൽകിയ സമ്മാനം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. എന്നിട്ട് ആ വേട്ടക്കാരന് കൈ നിറയെ സമ്മാനങ്ങളുമായി രാജാവ് ആ വേട്ടക്കാരനെ തിരിച്ചു പറഞ്ഞയച്ചു. ആ വേട്ടക്കാരൻ പോയതും ആ കൊട്ടാരത്തിലെ മന്ത്രി രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, സ്വർണം കാഷ്ടിക്കുന്ന പക്ഷിയോ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ആ വേട്ടക്കാരൻ രാജാവിനെ പറ്റിച്ചതാണ്. മന്ത്രിയുടെ വാക്ക് കേട്ട് രാജാവ് ആ പക്ഷിയെ തുറന്നുവിട്ടു. എന്നാലും ആ പക്ഷിയെ രാജാവും മന്ത്രിയും കൂടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അകലെ കൂട്ടിൽ നിന്ന് പറന്നുപോയ ആ പക്ഷി അകലെ ഒരു മരത്തിൽ പോയിരുന്നു. ആ മരത്തിൽ ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പക്ഷി കാഷ്ടിച്ചു. അപ്പോൾ അത് മഞ്ഞ കളറിൽ തിളങ്ങുന്നതായി കണ്ടു. അപ്പോൾ രാജാവിന് തോന്നി, ആ വേട്ടക്കാരൻ പറഞ്ഞത് ശരിയായിരുന്നു. ഈ ആത്മവിശ്വാസമില്ലാത്ത മന്ത്രിയെ വിശ്വസിച്ചതുകൊണ്ട് തനിക്ക് നഷ്ടമായത് വളരെ അധികമാണല്ലോ എന്നോർത്ത് രാജാവ് സങ്കടപ്പെട്ടു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കുവാനും പാടില്ല, അതുപോലെ തന്നെ എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാനും പാടില്ല, അല്ലേ? കൂട്ടുകാരെ, നിങ്ങൾക്ക് കാട്ടിലെ കൂട്ടുകാരെ ഇഷ്ടായോ? ഡെമിലിക്ക് ഇഷ്ടായോ? എനിക്കൊത്തിരി ഇഷ്ടമായി. ഇവാനിക്ക് ഇഷ്ടമായോ? എനിക്കും ഇഷ്ടമായി. കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൂട്ടുകാരെ നമുക്കൊന്ന് വിഷ് ചെയ്താലോ?
ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ജന്മദിന ആശംസകൾ. എങ്കിൽ കൂട്ടുകാരെ, നമുക്കൊരു ബൈബിൾ വചനം കാണാതെ പഠിച്ചാലോ? നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. മത്തായി 6:21. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഈ ബൈബിൾ വചനം കാണാതെ പഠിക്കണേ. എങ്കിൽ കൂട്ടുകാരെ, നമുക്കൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചാലോ? കൂട്ടുകാരെ, ഇന്ന് നമ്മളെ ഏത് ക്രാഫ്റ്റ് ആയിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്ന് നമ്മുടെ വീട് അലങ്കരിക്കാനുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് കളർ പേപ്പർ, പിന്നെ ഗം, ബീഡ്സ്, സിസേഴ്സ്, പിന്നെ സൂചി നൂല്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായി നമുക്ക് വേണ്ടത് കളർ പേപ്പർ എടുക്കാം. ഇനി നമുക്ക് കോൺ ഷേപ്പിലായിട്ട് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി കോണായിട്ട് മടക്കാം. ഇനി നമുക്ക് ഈ പേപ്പറിന്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് വീണ്ടും കട്ട് ചെയ്യാം. ഇനി നമുക്കിത് നേരെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പറിന്റെ ഓരോ കോണിലും പശ വെച്ച് ഒട്ടിക്കാം. ഇനി നമുക്ക് ഇതിന്റെ രണ്ട് സൈഡിലും ബീഡ്സ് കൊടുക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് വീട്ടിൽ ചെയ്ത് നോക്കണേ. കൂട്ടുകാരെ, എക്ത പഠിപ്പിച്ച ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ നിങ്ങൾ ഇതുകൊണ്ട് വീട് ഡെക്കറേറ്റ് ചെയ്യണേ. ഡെമിലി, എന്നാൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഓക്കെ. കൊച്ചു കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം വിശുദ്ധ ക്ലേലിയ പുണ്യവതിയുടെ ജീവചരിത്രത്തെക്കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അമൽ മാക്കീൽ ആണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വിമല ബുക്സ് പബ്ലിക്കേഷൻസ് ആണ്. ഈ പുസ്തകത്തിൽ 14 അധ്യായങ്ങളാണുള്ളത്. ഒരു പുണ്യവതിയുടെ ജനനം, ഏവർക്കും പ്രിയപ്പെട്ടവളായ ക്ലേലിയ, ദുരിതങ്ങൾക്ക് നടുവിൽ, ദൈവാനുഷികയായ ക്ലേലിയ, മാറ്റങ്ങളുടെ കാലം, എൻ്റെ സ്നേഹമേ നീ വരൂ, ഈശോയുടെ സ്നേഹ സാന്നിധ്യം, മതാധ്യാപികയായ ക്ലേലിയ, ബ്രൂതിയിലെ ദിവ്യപ്രകാശം, ദൈവസ്നേഹത്തിൻ്റെ പദ്ധതി, വ്യാകുല മാതാവിൻ്റെ കൊച്ചു സഹോദരികളുടെ ആരംഭം, ഏവർക്കും മദർ ക്ലേലിയയായി, സ്വർഗത്തിലേക്ക് പറന്ന വെള്ളരിപ്രാവ്,
വിശുദ്ധ ക്ലേലിയ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കൂ എന്നിങ്ങനെ 14 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. 1-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ക്ലേലിയയുടെ ജനനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. 1847 ഫെബ്രുവരി 13-ാം തീയതി ജോസഫ് ജസീന്ത ദമ്പതികൾക്ക് ആദ്യത്തെ കുട്ടിയായി ക്ലേലിയ പിറന്നു വീണു. 2-ാമത്തെ അധ്യായത്തിൽ ഏവർക്കും പ്രിയപ്പെട്ടവളായി വളർന്നുവന്ന ക്ലേലിയ പുണ്യവതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ അധ്യായം ദുരിതങ്ങൾക്ക് നടുവിൽ എന്നതാണ്. 4-ാമത്തെ അധ്യായത്തിൽ ദൈവാന്വേഷികയായ ക്ലേലിയയാണ് കാണാൻ സാധിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ ക്ലേലിയയുടെ ആദ്യത്തെ ആധ്യാത്മിക ഉപദേഷ്ടാവായിരുന്ന ഇടവക വികാരി മരണമടയുകയും പകരം പുതിയൊരു വികാരി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ ക്ലേലിയയുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. തലേന്ന് രാത്രി ക്ലേലിയയ്ക്ക് ഉറങ്ങുവാൻ സാധിച്ചില്ല. മണവാളനെ കാത്ത് കത്തുന്ന വിളക്കുമായിരുന്ന വിവേകമതികളായ കന്യകമാരെ പോലെ ക്ലേലിയയും യേശുവിനെ കാത്തിരുന്നു. വളരെ കാലമായി ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ആഗ്രഹം ഒരു വിശുദ്ധയായി തീരുക. 7-ാമത്തെ അധ്യായമാണ് ഈശോയുടെ സ്നേഹ സാന്നിധ്യം എന്നത്. കുട്ടികളോട് അവസരം കിട്ടുമ്പോഴെല്ലാം ദൈവത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ക്ലേലിയയുടെ മുഖം കൂടുതൽ പ്രശോഭിതമാകും. ആ ദിവ്യപ്രകാശത്തിൽ അവൾ കൂടുതൽ പരിശുദ്ധയായി കാണപ്പെട്ടു. 8-ാമത്തെ അധ്യായത്തിൽ മതാധ്യാപികയായ ക്ലേലിയയാണ് കാണാൻ സാധിക്കുന്നത്. 9-ാമത്തെ അധ്യായമാണ് ബ്രൂതിയിലെ ദിവ്യപ്രകാശം. വിശുദ്ധ ആഗനസിന്റെ ജീവിതവും ക്ലേലിയയുടെ ജീവിതവും തമ്മിൽ വളരെ സാമ്യമുണ്ടായിരുന്നു. എന്റെ വിരലിൽ വിവാഹമോതിരവും എന്നെ മൂടത്തക്ക വിധം അമൂല്യരത്നങ്ങളും കൊണ്ട് ക്രിസ്തു എന്നെ അവിടുത്തെ മണവാട്ടിയാക്കിയിരിക്കുന്നു. ഞാൻ എന്നും അവിടുത്തേതാണ്. അവിടുത്തെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ. ദൈവസ്നേഹത്തിന്റെ പദ്ധതി എന്ന 10-ാമത്തെ അധ്യായത്തിൽ ദിവ്യനാഥനായ യേശു ക്ലേലിയയെ അമൂല്യരത്നമായി ഒരുക്കുകയായിരുന്നു. 11-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ക്ലേലിയ തന്റെ ഇടവകയിൽ നടത്തിയ പ്രേഷിത പ്രവർത്തനങ്ങളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. 12-ാമത്തെ അധ്യായത്തിൽ ഏവർക്കും മദറായി തീർന്ന ക്ലേലിയയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലേലിയയുടെ ഏറ്റവും പ്രധാന ജോലി മതബോധനമായിരുന്നു. അറിവില്ലാത്തവരെ എഴുത്തും വായനയും പഠിപ്പിക്കുകയും വീട് തോറും കയറി വചനം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. 13-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ക്ലേലിയയുടെ മരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 1870 ജനുവരിയിൽ ക്ലേലിയ ക്ഷയരോഗത്തിനടിപ്പെട്ടു. 23 വയസ്സ് മാത്രം പ്രായമുള്ള ക്ലേലിയ നിത്യസമ്മാനത്തിനായി യാത്ര തിരിച്ചു. അവസാനത്തെ അധ്യായമായ 14-ാമത്തെ അധ്യായത്തിൽ ക്ലേലിയയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 1989 ഏപ്രിൽ 9 വാഴ്ത്തപ്പെട്ട ക്ലേലിയ ബാർബിയേറിയെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. കൊച്ചുകൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ ക്ലേലിയയുടെ ജീവചരിത്രം ഇഷ്ടമായോ? എങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണേ. എങ്കിൽ കൂട്ടുകാരെ, നമ്മുടെ അന്നമോളുടെ വിശേഷങ്ങൾ ഒന്ന് അറിഞ്ഞിട്ട് വന്നാലോ? എന്തായിരിക്കും എന്ന് അന്നമോളുടെ സംശയം? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? മലക്കേ. ഹായ് അന്നമോളെ. ഹായ് മലക്കേ. എന്തുണ്ട് അന്നമോളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്ന മലക്കേ. അന്നമോളുടെ ക്ലാസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? പക്ഷെ മഴ കാരണം 2 ദിവസം ക്ലാസ്സിലായിരുന്നു. ആട്ടെ, അന്നമോൾക്ക് മഴ ഇഷ്ടമാണോ? അതെ മലക്കേ, മഴയത്ത് കളിക്കാനും കുളിക്കാനും എനിക്ക് ഒത്തിരി ഇഷ്ടമാ. എന്നിട്ട് എന്റെ അന്നമോള് മഴയത്ത് കളിക്കാറുണ്ടോ? ഇല്ലെന്നേ. അതെന്താ അന്നമോള് മഴ ഇഷ്ടമായിട്ടും മഴയത്ത് കളിക്കാത്തത്? അത് പിന്നെ എന്താ കാര്യം? അന്നമോള് പറഞ്ഞു. പനി വരും മഴയത്ത് കളിച്ചാൽ. ഷോ, അതുകൊണ്ട് അപ്പായും അമ്മയും എന്നെ മഴയത്ത് ഇറക്കൂല. അത് കഷ്ടമായി പോയല്ലോ അന്നമോളെ. ചിലപ്പോ എനിക്ക് ഒത്തിരി കൊതി തോന്നും മഴയത്ത് കളിക്കാൻ. അപ്പോ അന്നമോൾ എന്ത് ചെയ്യും? ഞാൻ ഒന്നും ചെയ്യില്ല. മഴ കൊണ്ടാൽ പിന്നെ എനിക്ക് പനി പിടിക്കൂലേ? അപ്പൊ ഞാൻ എങ്ങനെയാ സ്കൂളിൽ പോന്നോ? അത് ശരിയാ അന്നമോള് പറഞ്ഞത്. പനി പിടിച്ചാൽ പിന്നെ സ്കൂളിൽ പോകാൻ പറ്റില്ല.
ഞാനൊരു സംശയം ചോദിക്കട്ടെ മാലാഖേ? അതിനെന്താ, എന്റെ അന്നക്കുട്ടി ചോദിച്ചോ. അന്നമോളുടെ എല്ലാ സംശയങ്ങളും തീർക്കാനല്ലേ അന്നമോളുടെ ഈ കാവൽ മാലാഖ ഇവിടെയുള്ളത്. മഴ നനഞ്ഞാൽ ചില കുട്ടികൾക്ക് പനി പിടിക്കും, ചില കുട്ടികൾക്ക് പനി പിടിക്കില്ല. അതെങ്ങനെയാ മാലാഖേ? അന്നമോളോട് ഇത് ആരാ പറഞ്ഞത്? എന്റെ ക്ലാസ്സിലെ ജുവാനയാ പറഞ്ഞത്. ജുവാന മഴ നനഞ്ഞാൽ അവൾക്ക് പനി പിടിക്കൂലെന്ന്. അതുകൊണ്ട് എപ്പോൾ മഴ പെയ്താലും അവൾ മഴയത്തിറങ്ങി കളിക്കും. ചില കുട്ടികൾക്ക് അങ്ങനെ അന്നമോളെ. അവരുടെ ശരീരത്തിന് നല്ല ഇമ്മ്യൂണിറ്റി പവർ അഥവാ രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും. അതെന്താ മാലാഖേ? ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വൈറസുകളെ പ്രതിരോധിക്കാൻ അഥവാ വൈറസിനെ ഓടിക്കാൻ നമ്മുടെ ശരീരത്തിനുള്ള പ്രത്യേക തരം കഴിവിനെയാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഈ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമനുസരിച്ച് കുറഞ്ഞും കൂടിയും ഇരിക്കും. മാത്രമല്ല, ചില വിറ്റാമിനുകളുടെ കുറവ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുകയും ചെയ്യും. അതെങ്ങനെ മാലാഖേ? നിങ്ങൾ കുട്ടികൾ എല്ലാ തരത്തിലുമുള്ള പച്ചക്കറികൾ കഴിക്കാറുണ്ടോ? ഇല്ല മാലാഖേ. ഓരോരോ പച്ചക്കറികളിലും ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കഴിച്ചാലേ ആ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിലെത്തൂ. ഇറച്ചിയും മീനും മാത്രം എപ്പോഴും കഴിക്കുന്ന കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇനി ഇറച്ചിയും മീനും കഴിക്കാൻ പാടില്ലേ മാലാഖേ? കഴിക്കാലോ. ഇറച്ചിയും മീനും കഴിക്കുന്നതിനോടൊപ്പം പലതരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും എല്ലാം കുട്ടികൾ കഴിക്കണം. ഒപ്പം പാലും കുടിക്കണം. അങ്ങനെ എല്ലാം അടങ്ങിയ നല്ലൊരു ആഹാര രീതി ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നല്ല നല്ല വിറ്റാമിനുകൾ ലഭിക്കൂ. അപ്പോഴാണ് ശരീരത്തിന് നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടുന്നത്. രോഗപ്രതിരോധ ശേഷി ലഭിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് പനിയും മറ്റ് അസുഖങ്ങളും ഒന്നും പിടിപെടാതിരിക്കുക. അപ്പോൾ എന്റെ അന്നമോളിനി എല്ലാ തരത്തിലുമുള്ള പച്ചക്കറികൾ കഴിക്കില്ലേ? തീർച്ചയായും മാലാഖേ. എങ്കിലിനി എന്റെ അന്നമോള് വീട്ടിലോട്ട് പോയിക്കോട്ടോ. ബൈ മാലാഖേ. ബൈ അന്നമോളെ. കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ലേ? എങ്കിലിവാനിയ, ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ആ, ചോദിച്ചോളൂ. കാഴ്ചയുള്ളവർക്കും അന്ധർക്കും ഒരുപോലെ കാണാൻ പറ്റുന്നത് എന്താണ്? ഒരു ക്ലൂ തരാമോ? അതിനിപ്പോ പ്രത്യേകിച്ച് ക്ലൂ ഒന്നുമില്ല, എനിക്ക് അറിയത്തില്ല. സ്വപ്നമാണോ? കറക്റ്റ് ആൻസർ. എങ്കിൽ ഞാൻ ഡെമിലിയോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ആ, ചോദിച്ചോളൂ. സ്ഥാനക്കയറ്റം തുടരുന്ന ഒരു ജോലി. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ആൻസർ ആണ്. എനിക്ക് കിട്ടുന്നില്ലല്ലോ. ആൻസർ പറയാവോ? തെങ്ങ് കയറ്റമാണ് എന്റെ ആൻസർ. ഓ, തെങ്ങ് കയറ്റായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. ഡെമിലി, എന്നാൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഓക്കെ. ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് സാറ. ഞാൻ ഇന്നൊരു കഥ പറയാൻ പോവാ. ആ കഥയുടെ പേരാണ് സിംഹവും ചുണ്ടലിയും. ഒരു കാട്ടിലൊരു സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹം തൻ്റെ ഗുഹയിൽ കിടന്നുറങ്ങുകയായിരുന്നു. ആ വഴി ഒരു ചുണ്ടലി ഗുഹയിലേക്ക് വന്നു. ചുണ്ടലി കളിക്കാൻ തുടങ്ങി. ചുണ്ടലി വിചാരിച്ചു, സിംഹം ഇതൊന്നും അറിയില്ല ഞാൻ കളിക്കുന്നത്. എന്നിട്ട് ചുണ്ടലി കുറെ കളിച്ചു കഴിഞ്ഞിട്ട് അറിയാണ്ട് ചുണ്ടലി സിംഹത്തിന്റെ മൂക്കിന്റെ അടുത്തേക്ക് എത്തി. ടപ്പോ! സിംഹം ചാടി എഴുന്നേറ്റു. ഒരൊറ്റ പിടി എളീനെ. സിംഹത്തിന് ഭയങ്കര ദേഷ്യമായിരുന്നു. ചുണ്ടലി പറഞ്ഞു, എന്നെ വെറുതെ വിട്, ഞാൻ താങ്കൾക്ക് സഹായം ചെയ്തു തരാം. സിംഹം അത് കേട്ടിട്ട് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എങ്ങനെ എന്നെ സഹായിക്കാനാ? നീ വളരെ ചെറുതല്ലേ. അങ്ങനെ ചുണ്ടലിനെ വെറുതെ വിട്ടു. അടുത്ത ദിവസം 2 വേട്ടക്കാർ വന്നു. അവർ സിംഹത്തിന്റെ ഗുഹയുടെ അടുത്തൊരു കെണി ഉണ്ടാക്കി. സിംഹം അവിടെ പെട്ടു. സിംഹം എത്ര ശ്രമിച്ചിട്ടും സിംഹം അവിടെ രക്ഷപ്പെടാൻ പറ്റില്ല. സിംഹം കരയാൻ തുടങ്ങി. ചുണ്ടലി സിംഹത്തിന്റെ കരച്ചിൽ കേട്ടിട്ട് രക്ഷിക്കാൻ ഓടിയെത്തി. അവൻ മൂർച്ചയുള്ള പല്ല് വെച്ച് വല കടിച്ചു മുറിച്ച് സിംഹത്തിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ അവർ കൂട്ടുകാരനായി. നിങ്ങൾ എന്ത് ഈ കഥയില് പഠിച്ച്? നമ്മൾ ആരെയും നിസ്സാരമായി കാണരുത്.
താങ്ക് യു. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കളിയരങ്ങ് ഇഷ്ടമായോ? നല്ല രസമുള്ള കഥയായിരുന്നു അല്ലേ? കൂട്ടുകാരെ, ഇന്ന് കളിമുറ്റത്തിൽ സെലക്ട് ചെയ്തിരിക്കുന്ന പടം ആരുടെയാണെന്ന് നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാനും പാട്ടുകൾ പാടാനും കഴിവുണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിലും നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. Till then, bye.